നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് നമസ്കാരം. പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനായ എൻ നന്ദകുമാറാണ്. സർ, നിലമ്പൂർ ഇലക്ഷൻ അതിന്റെ ഏറ്റവും പരിസമാപ്തിയിലേക്ക് കടന്നിരിക്കുകയാണ്. കൊട്ടിക്കലാശമൊക്കെ ഗംഭീരമായി തന്നെ നടത്തപ്പെട്ടു. ഈ അവസരത്തിൽ എനിക്ക് സാറിന് ചോദിക്കാനുള്ളത്, നിലമ്പൂരിലെ ഈ കൂട്ടുകെട്ട് ഒരു പുതിയ ജിഹാദി വൽക്കരണത്തിന്റെ ആരംഭമാണ്. അങ്ങനെ തന്നെ വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. കാരണം നിലമ്പൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ രാഷ്ട്രീയമല്ല. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ വേള തുടങ്ങിയിട്ട് നടന്നിരിക്കുന്ന നിരവധി അത് സംബന്ധിക്കുന്ന നൂലാമാലകൾ നിരവധിയായിരുന്നു. കാരണം അൻവറിന്റെ പ്രസ്താവനകള്, അൻവർ ആ സമയത്ത് UDF-ന്റെ കൂടെയാണ്. അതിനുശേഷം അൻവർ UDF-ൽ നിന്ന് മാറുന്നു എന്ന് പറയുന്നു. അൻവർ കുറ്റപ്പെടുന്ന പൂർണ്ണമായിട്ട് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആളെ മാത്രമാണ്. അൻവർ ഇതിന്റെ പ്രശ്നത്തിന്റെ പരിഹാരാർത്ഥം കാണാൻ പോകുന്ന മുസ്ലിം ലീഗിനാണ് കാണാൻ പോകുന്നത്. അതിനുശേഷം മുസ്ലിം ലീഗ് അവര് ചിരകാല വൈരികളായിരിക്കുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ഷൗക്കത്ത് ആര്യാടനെ ഒരു പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് ലീഗ് എടുക്കുന്നത്. അപ്പൊ സത്യത്തിൽ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് അവിടെ അൻവറിന് സീറ്റ് കിട്ടാതെ വന്നത് എന്നുള്ള പ്രശ്നമാണ്. അൻവറിന് സീറ്റ് കിട്ടുന്നതിന് നിഷേധിക്കുന്നത് പലപ്പോഴും മുസ്ലിം ലീഗ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം മുസ്ലിം ലീഗും അൻവറും തമ്മിലുള്ള ബന്ധത്തിന്റെ ചില അതിന് ഈ അസ്വാരസ്യങ്ങൾ മറന്നേക്ക് പുറത്തുനിന്ന് എന്നാണ് വിചാരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ പറയുന്ന ഷൗക്കത്ത് എന്ന് പറയുന്ന നിരന്തര ചിരപരാധനമായിരിക്കുന്ന വൈരി മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരെ പ്രിയപ്പെട്ട ആളായിട്ട് വരുന്നു. അതുകൊണ്ട് ഇന്നിപ്പോ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിക്കുന്നത് കോൺഗ്രസ് അല്ല. ഷൗക്കത്ത് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ആള് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണെന്നൊക്കെ പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന പൂർണ്ണമായിട്ട് മുസ്ലിം ലീഗാണ്. അതിന് കാരണം 40% വോട്ടുകളാണ് മുസ്ലിങ്ങൾക്ക് അവിടെ ഉള്ളത്. ഈ പറയുന്ന വോട്ടുകൾ വെച്ച് മുസ്ലിം ലീഗ് മുഴുവൻ മുസ്ലിങ്ങളുടെയും കുത്തകപ്പാട്ടം ഏറ്റെടുത്തുകൊണ്ട് അവിടെ മുസ്ലിം ഐക്യം ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഷൗക്കത്തിന്റെ നേതൃത്വം അവരാണ് ഏറ്റെടുക്കുന്നത്. ഇത് തീർച്ചയായിട്ടും കൊണ്ടുവരുന്ന ഒരു പുതിയൊരു സംവിധാനം അൻവറിനെ മാറ്റി നിർത്തുന്നു എന്നുള്ളത് അതിലൊരു താൽക്കാലിക സംവിധാനം മാത്രമാണ്. അൻവറും അതേപോലെ തന്നെ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള UDF-ഉം തമ്മിലുള്ള ഒരു അവിഹിതമായിട്ടുള്ള കൂട്ടുകെട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഇന്ന് അവിടെ നിലമ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. അവിടെ സ്വരാജ് ജയിച്ചാലും ഷൗക്കത്ത് ജയിച്ചാലും രണ്ടുപേരെ സംബന്ധിച്ചും അവിടുത്തെ ജിഹാദികളെ സംബന്ധിച്ച് ഒരേപോലെയാണ്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് മുസ്ലിം ലീഗും കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. അത് കോൺഗ്രസിൽ നമുക്കറിയാം, കുറെ കാലങ്ങളായിട്ട് കോൺഗ്രസിൽ അങ്ങനെയാണ്. കോൺഗ്രസിലേക്ക് ചില ആളുകൾ, ഇപ്പൊ കേരളത്തിൽ തന്നെ നിരവധി ആളുകൾ അടുത്ത കാലത്ത് കോൺഗ്രസിലേക്ക് വലിഞ്ഞു കയറി പോയിട്ടുള്ള ആളുകളുണ്ട്. ഈ വലിഞ്ഞു കയറി പോയിട്ടുള്ള ആളുകളൊക്കെ തന്നെ പാണക്കാട് പോയിട്ട് അവിടുത്തെ പാണക്കാട് തങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ അധ്യക്ഷന്റെ കാൽക്കൽ കമഴ്ന്നു വീഴുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു രാഷ്ട്രീയപരമായിരിക്കുന്ന അവരുടെ ഐത്തത്തെ മാറ്റിക്കൊടുക്കുന്ന പ്രവർത്തനമാണ് പാണക്കാട് കുടുംബം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലീഗിന്റെ സംവിധാനം ഞാൻ മനസ്സിലാക്കുന്നത് ലീഗാണ് പ്രധാനമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ആ ലീഗ് ജിഹാദികളുടെ കൂടെയാണെന്നാണ് ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കുന്ന വസ്തുത. സർ, അൻവർ, ഷൗക്കത്ത്, സ്വരാജ് ഇതൊരു കൂട്ടുകെട്ടല്ലേ? ഈ കൂട്ടുകെട്ട് സത്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഗുണം ചെയ്യുമോ? എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുമോ? അങ്ങനെ സാറിന് തോന്നുന്നുണ്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന്? ഇത് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം, പക്ഷെ അത്യന്തം അപകടകരമാണ്. ഗുണപരമായിരിക്കുന്ന യാതൊരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നില്ല. കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം ഒരു ജിഹാദികൾക്ക് അടിയറ വയ്ക്കുന്ന സമീപനമാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇപ്പൊ ലീഗിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. ലീഗിന്റെ കൊടിക്കീഴില് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അൻവറും അടങ്ങുന്ന ആളുകള് ഒന്നിച്ചു ചേരുന്നൊരു സമീപനം നമുക്കറിയാവുന്ന ഒരു കുറെ കാലങ്ങൾക്ക്, ഒരു 10 കൊല്ലക്കാലങ്ങൾക്ക് മുമ്പൊക്കെ ആയിട്ട് ആര്യാടൻ മുഹമ്മദ് ഉണ്ടായിരുന്ന കാലത്ത് ആര്യാടൻ മുഹമ്മദ് ലീഗിന്റെ അധീശത്വത്തിനെതിരായിക്കൊണ്ട് അവിടെ കോൺഗ്രസിന്റെ പതാക പാറിച്ചിരുന്ന ആളുകളാണ്. അദ്ദേഹം ലീഗിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഇന്ന് ആ സ്ഥിതി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മകനായിരിക്കുന്ന ഷൗക്കത്ത് തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം അദ്ദേഹത്തിന്റെ പുതിയ സമീപനം ലീഗിന് പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യുന്ന സമീപനമാണ്. ഈ ലീഗിന് പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്തുകൊണ്ടുള്ള ഷൗക്കത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസും ലീഗും ഇവരും കൂടി ചേർന്നുകൊണ്ടുള്ള ഈ പറയുന്ന സഖ്യം വരുന്നത് പലപ്പോഴും
ഒരു താൽക്കാലികമായിട്ട് UDF-നും LDF-നും വേണമെങ്കിൽ നേട്ടമുണ്ടാക്കാം. പക്ഷെ ആത്യന്തികമായിട്ട് കേരള ജനതയെ സംബന്ധിച്ച് കേരളം തീവ്രവാദികൾക്ക് അടിയറ വച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇന്ന് നമ്മൾ നിലമ്പൂരിൽ കാണാൻ വേണ്ടി പോകുന്നത്. സാർ എന്തായാലും ഒരു കൂട്ടുകെട്ടുണ്ട്. അപ്പൊ ഈ കൂട്ടുകെട്ടിന്റെ പര്യവസാനം എന്തായിരിക്കും? നിലമ്പൂര് ആർക്കൊപ്പം നിൽക്കുമെന്നാണ് സാർ വിശ്വസിക്കുന്നത്? നിലമ്പൂർ എനിക്കിവിടെ ആര് ജയിച്ചാലും ഒരേപോലെയാണ്. അവിടെ ഒരുപക്ഷെ ഷൗക്കത്ത് ജയിച്ചേക്കാം, അല്ലെങ്കിൽ സ്വരാജ് ജയിച്ചേക്കാം. പക്ഷേ സാധ്യതകൾ പറയുന്ന ആളുകൾ കൂടുതൽ പറയുന്നത് സ്വരാജിന് സാധ്യത എന്ന് പറയുന്നു. ഏതാണെങ്കിലും രണ്ട് മുന്നണിയാണെങ്കിലും അവിടെ ജയിച്ചു വരുന്നത് ഒരേ ഒരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവർ രണ്ടുപേരും പ്രവർത്തിക്കുന്നത് ജിഹാദികൾക്ക് വേണ്ടിയിട്ടാണ്. ഇവർ രണ്ടുപേരും പ്രവർത്തിക്കുന്നത് മുസ്ലിം തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടാണ്. 40% വരുന്ന മുസ്ലിം തീവ്രവാദികളുടെ വോട്ടിന് ലാക്കാക്കിക്കൊണ്ട് ഒരു കാലഘട്ടത്തില് ആര്യാടൻ മുഹമ്മദ് തള്ളിപ്പറഞ്ഞ ഇസ്ലാമിക തീവ്രവാദത്തെ കൈകോർത്ത് ചേർത്ത് പിടിക്കത്തക്ക രീതിയിൽ അദ്ദേഹത്തിന്റെ മകൻ ഷൗക്കത്ത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ശരീഅത്തിന്റെ പേരിൽ EMS തള്ളിപ്പറഞ്ഞ ഈ പറയുന്ന ശരീഅത്തിന്റെ ആളുകളെ മുഴുവൻ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമാണ് പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ മരുമകൻ നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധീശത്വത്തിലുള്ള സ്വരാജ് മത്സരിക്കുന്ന ആ ഒരു ഗ്രൂപ്പിന്റെയും. എന്ന് വെച്ചാൽ ഈ രണ്ട് ഗ്രൂപ്പുകൾ ഞാൻ മനസ്സിലാക്കിയിടം കൊണ്ട് തികച്ചും ഒരുപക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തില് വലിയൊരു ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന, അതിനൊരു ഗുണപരമായിട്ട് മാറ്റം എനിക്ക് പറയാൻ വേണ്ടി സാധ്യമല്ല, വലിയൊരു ചലനം സൃഷ്ടിക്കാൻ സാധിക്കുന്ന ജിഹാദികളുടെ ശക്തിക്ക് അനുസൃതമായുള്ള രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അൻവറും അടങ്ങുന്ന ആളുകളുടെ ഒരു കൂട്ടുകെട്ടാണ് അവിടെ വിജയിക്കാൻ വേണ്ടി പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്ദി സാർ. അപ്പൊ എന്തായാലും ഒരു കൂട്ടുകെട്ട് അവിടെ ഉണ്ടെന്നത് വ്യക്തമാണ്. അത് ജിഹാദി വൽക്കരണത്തിന്റെ ആരംഭമാണെന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നിലമ്പൂർ ഇനി ആർക്കൊപ്പം എന്നത് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ. അപ്പോൾ എത്രയും നേരം നമ്മളോട് സമയം പങ്കുവച്ചതിന് നന്ദി. നമസ്കാരം.